ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യമ്മി ബൈറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് തേങ്ങയും 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ ഇത് കറക്റ്റ് നല്ല മധുരമാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവ് മതി എന്നുള്ളവരാണെങ്കിൽ ഒരു 2 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകരുത് കേട്ടോ. ഇതേപോലെ റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഇതുപോലെ നല്ല പഴുത്തത് നോക്കിയിട്ട് എടുക്കണേ. നല്ല പഴുത്ത പഴമാകുമ്പോൾ നമ്മുടെ സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ പഴുപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഷുഗർ ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. പഴുത്ത പഴമാകുമ്പം നമുക്ക് ഇത് ഷുഗർ ഇല്ലാണ്ട് തന്നെ ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 3 മുട്ടയാണ്. അപ്പോൾ അത് നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വാനില എസൻസ് ആയാലും മതി. ഇനി ഒരു 1/4 കപ്പ് പാല് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. പഴത്തിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് ഇതേപോലെ അരിച്ച് റെഡിയാക്കിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു സോസ് പാൻ വെച്ച് കൊടുക്കുക. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പകുതി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അപ്പോൾ 5 മിനിറ്റ് ആകുമ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വരും. ആ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവുന്ന വിധത്തിൽ വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ബാക്കി വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പഴുത്ത പഴമാകുമ്പോൾ നമുക്ക് ബാറ്ററി ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പഴുപ്പ് കുറവാണെങ്കിൽ ചെറിയ ചെറിയ പീസൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ പഴുപ്പ് കുറവാണെങ്കിൽ ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മളിതാ ബാറ്റർ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പഴവും മുട്ടയ്ക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഒരു 6-7 മിനിറ്റെല്ലാം ആകുമ്പോൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അതേപോലെ സൈഡെല്ലാം വിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കുക്കാക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വേറൊരു പാനിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ 2-3 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് കളറ് മാറി വന്നാൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ കത്തി വെക്കുമ്പോൾ തന്നെ അതിങ്ങനെ കട്ടായിട്ട് വരും. അത്രയും സോഫ്റ്റാണ്. നമ്മളിതിൽ ബ്രെഡോ മൈദയോ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അടിപൊളിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുട്ടയും പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.